പ്രിയമുള്ള സഹോദരങ്ങളെ, 6 വിഭാഗം രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലി. പ്ലേഗ്, അതെന്താന്ന് എനിക്കറിയില്ല. പ്ലേഗ് രോഗം പിടിച്ചു മരിക്കുന്നവന് ഷഹീദിന്റെ കൂലി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് അള്ളാനെ പേടിച്ച് 5 നേരം നിസ്കരിച്ചടക്കണ പെണ്ണ്, TV കണ്ടുകൊണ്ടടക്കണവളല്ല, ഗർഭിണിയാ. പ്രസവിക്കുന്നതിന്റെ അന്ന് സീരിയൽ കണ്ടിട്ട് പോയ താത്തയുടെ കാര്യമല്ല. ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് മരിച്ച അവക്ക് ഷഹീദിന്റെ കൂലി. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവരുണ്ടല്ലോ, ആത്മഹത്യക്ക് ചാടിയിട്ടല്ല, അബദ്ധത്തിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ, വയറിന്റെ ഉള്ളിൽ രോഗം വന്നിട്ട്, അല്ലാഹുവേ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വന്നിട്ട് മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. വിപത്തുകൾ, ആക്സിഡന്റുകളൊക്കെ, ചെറുപ്പക്കാരൊക്കെ ബൈക്കിലും വണ്ടിയിലും വീടിടിഞ്ഞ് വീണ് മരിക്കുന്നവർ, വിപത്തുകളിൽ മരിക്കുന്നവർ, വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്നവർ, അവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് മാരക രോഗങ്ങളൊക്കെ അത് അള്ളാഹു തരുന്ന പരീക്ഷണമാണ്. മാരക രോഗമൊക്കെ വന്നു പോയാൽ നമ്മൾ പറയാറുണ്ട്, കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ആൾക്കാരെ കാണുമ്പോ പറയും, ചെയ്തു കൂട്ടിയതിന്റെ കിടന്ന് അനുഭവിക്കാൻ. എടാ, അയാളല്ല അനുഭവിക്കണേ, നീ അനുഭവിക്കണേ. ആ മനുഷ്യൻ ചെയ്തു പോയ പാപങ്ങൾക്കുള്ള ശിക്ഷ മുഴുവനും ഇവിടെ വെച്ച് അനുഭവിച്ചിട്ട് മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ട് അങ്ങാര് സ്വർഗത്തിൽ പോകും. നീയോ? നമ്മളോ അവിടെ പോയി കിടന്ന് അനുഭവിക്കാനിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റൂ? അല്ലാഹു കാക്കട്ടെ.